നമസ്കാരം. പൊളിറ്റിക്കൽ ഇസ്ലാം വളരെ ലാഘവ ബുദ്ധിയോടുകൂടി കാണേണ്ട ഒന്നല്ല. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇസ്ലാം പിടിമുറുക്കുന്നത് ഒറ്റ അടിക്കല്ല, യുദ്ധങ്ങൾ നടത്തിയിട്ടല്ല. അതൊക്കെ പഴയ കാലത്തായിരുന്നു അങ്ങനെയൊക്കെ സംഭവിച്ചിരുന്നത്. പക്ഷേ ലോകത്തിൻ്റെ ഇതര ഭാഗങ്ങളിൽ അല്ലെങ്കിൽ അവർ ന്യൂനപക്ഷമായിരിക്കുന്ന ഒരിടത്തൊക്കെ ചെന്ന ഇസ്ലാമിക ഭരണകൂടം സ്ഥാപിക്കുന്നതിന് പല പല ഘട്ടങ്ങളുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ജമ്മു കാശ്മീരിൽ ഒറ്റ അടിക്കല്ല അവർ ഇസ്ലാംവത്കരിച്ചത്, പല പല ഘട്ടങ്ങൾ അതിനുണ്ടായിരുന്നു ജമ്മു കാശ്മീരിലൊക്കെയും. അത് ചിലപ്പോൾ ഇപ്പോൾ അവരെടുക്കുന്ന ഒരു സ്ട്രാറ്റജിക്ക് നിന്ന് ചില വ്യത്യസ്തമായ സ്ട്രാറ്റജികളൊക്കെ കാശ്മീരിലൊക്കെയും ജമ്മു കാശ്മീരിലൊക്കെ അവർ എടുത്തിട്ടുണ്ടായിരുന്നു അന്ന്. അതായത് ജമ്മു കാശ്മീരിൽ അവർ ഭരണ നേതൃത്വത്തിലേക്ക് എത്തിയതിന് ശേഷം അവിടുത്തെ ഹിന്ദുവിൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് അവിടുത്തെ ചരിത്രം ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാവും. കാശ്മീരി പണ്ഡിറ്റുകളുടെ അവസ്ഥ എന്തായിരുന്നു എന്ന്. അവരവിടുന്ന് പുറത്താക്കപ്പെട്ടു. ആ പുറത്താക്കുന്നതിന് മുന്നേ തന്നെ അവിടുത്തെ സഹോദരിമാർ, അമ്മമാരൊക്കെ വലിയ രീതിയിലുള്ള പീഡനങ്ങൾക്ക് ഇരയാക്കപ്പെട്ടിട്ടുണ്ട്. അവരുടെ കുട്ടികൾ, അവരുടെ ആൺമക്കൾ ക്രൂരമായ കൊലപാതകങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. അങ്ങനെ ആ രീതിയിൽ അവർ തകർക്കപ്പെട്ടു പോയി. അതായത് അവരുടെ മക്കൾ പലരുടെയും കൊന്നവർക്ക് മുന്നിൽ കൈകൂപ്പേണ്ടി വന്നിട്ടുണ്ട് അവിടുത്തെ അമ്മമാർക്ക് തങ്ങളുടെ പെൺകുട്ടികളെയെങ്കിലും കാത്തുരക്ഷിക്കാൻ. പക്ഷേ അത് ചെവിക്കൊള്ളുക പോലുമില്ലാതെ ക്രൂരമായ പീഡനങ്ങൾക്ക് അവർ ഇരയാക്കപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിൽ പൊളിറ്റിക്കൽ ഇസ്ലാം വ്യാപിച്ചു കഴിഞ്ഞാൽ ഈ രീതിയിലാണ് അവർ മറ്റ് ഇതര സമൂഹങ്ങളെയൊക്കെ ട്രീറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇത് ഒറ്റഘട്ടമായിട്ടല്ല പൊളിറ്റിക്കൽ ഇസ്ലാം അവിടെ അധികാരത്തിൽ വരുന്നത്. ഇതിന് പല രീതിയിലുള്ള ഘട്ടമുണ്ട്. ഇപ്പോൾ ഒരു രാജ്യം ഇസ്ലാംവത്കരിക്കാൻ തുടങ്ങുന്നത് 4 സ്റ്റേജുകളായിട്ടാണ്. ഇതുമായി ബന്ധപ്പെട്ട ചില പോസ്റ്റുകൾ, ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ നിന്നൊക്കെയാണ് ഇത് വിവരം സമാഹരിച്ചിട്ടുള്ളത്. തുടക്കത്തിൽ 10% താഴെയുള്ളപ്പോൾ സ്ത്രീകൾ പേരിനൊരു തട്ടമോ, പുരുഷനാണെങ്കിൽ അരയിൽ പച്ച ബെൽറ്റോ തലയിലൊരു തൊപ്പിയോ, 10% കഴിയുമ്പോൾ തട്ടം മാറി പിന്നീട് പർദ്ദയാവും. പുരുഷൻ ഞെരിയാണിക്ക് മുകളിൽ വരെയുള്ള പാൻറ്, തലയിൽ പെറോട്ടക്കെട്ട്, മുക്കിന് പള്ളികൾ. പിന്നെ അടുത്ത ഘട്ടത്തിലേക്ക് എത്തുമ്പോഴോ 15% കഴിയുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? ഹലാൽ സർട്ടിഫിക്കറ്റ്, ഭക്ഷണശീലങ്ങളിലേക്കുള്ള ഒരു അധിനിവേശം, നാട്ടിൽ അവിടെയായി അറബി എഴുത്തുകൾ. ഈ ഭക്ഷണശീലങ്ങളിലൊക്കെ ഈ ഹലാൽ സർട്ടിഫിക്കറ്റൊക്കെ പൊടുന്നനെ ഉണ്ടായ ഒരു കാര്യമല്ല. എങ്ങനെയാണ് ഹലാൽ സർട്ടിഫിക്കറ്റ്? മനഃപൂർവ്വം തന്നെ ഇസ്ലാമിക കുടുംബങ്ങൾ ഹോട്ടലുകളിൽ ചെന്നിരുന്നതിന് ശേഷം ഹലാലാണോ എന്ന് ചോദിച്ചുകൊണ്ട് ഭക്ഷണം കഴിച്ച് തുടങ്ങിയതാണ്. ഇന്ന് ഏതൊക്കെ മേഖലയിലാണ് ഹലാൽ കടന്നു കയറിയിരിക്കുന്നത്? മരുന്നിൻ്റെ മേഖലയിലേക്ക്. എന്ത് സാധ്യതയാണ്! ഹലാൽ മരുന്നുകൾ, ഹലാൽ ആയുർവേദ മരുന്നുകൾ. രാജ്യത്ത് തന്നെ പ്രധാനപ്പെട്ട ആയുർവേദ മരുന്ന് കമ്പനിയായ ഹിമാലയ തന്നെ അവരുടെ സർട്ടിഫിക്കറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, ഹലാലാണ് തങ്ങളുടെ മരുന്നുകളെന്ന്. ആ രീതിയിലാണ് ഇസ്ലാം പിടിമുറുക്കുന്നത്. സ്ത്രീകൾ പർദ്ദയിൽ നിന്ന് മുഖം മൂടിയ ഹിജാബിലേക്ക് മാറുന്നു. സമരത്തിലും പ്രതിഷേധത്തിലും സ്ത്രീ പങ്കാളിത്തം കുറയുന്നു. കൂടുതൽ അന്യപുരുഷന്മാരുടെ മുന്നിൽ മുസ്ലിം സ്ത്രീകൾ വരുന്ന സാഹചര്യം മതനിയമം പറഞ്ഞു തന്നെ വിലക്കും. ലവ് ജിഹാദിന് ഒത്താശ ചെയ്യുക, വഖഫ് വഴി സ്ഥലങ്ങൾ കൈവശപ്പെടുത്തുക, അങ്ങനെ പ്രകടമായ ചില മാറ്റങ്ങൾ അപ്പോൾ കാണാൻ കഴിയും. ഇനി അടുത്തൊരു ഘട്ടം 20% കഴിഞ്ഞാലോ പിന്നെ ശരിയാ കോടതികളായി, ഭരണത്തിൽ നിയന്ത്രണമായി, മാധ്യമങ്ങളെ വിലക്കെടുക്കലായി, സാംസ്കാരിക നായകരെല്ലാം വരുതിയിലാക്കുക തുടങ്ങി അതിവേഗം ഭൂരിപക്ഷത്തിലേക്ക് കുതിക്കുന്നതായി കാണാം. ഇനി 40% ആവുമ്പോഴേക്കും ഭരണം പിടിക്കുകയും കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഇസ്ലാമിനെ കീഴിലാക്കുകയും ചെയ്യും. ഇടയിൽ വംശഹത്യകളും ജസിയ പോലുള്ള നികുതികളും ഏർപ്പെടുത്തും. നമ്മുടെ രാജ്യം ഏത് അവസ്ഥയിലാണ് എന്ന് ചിന്തിച്ചു നോക്കുക, അല്ലേ? അങ്ങനെ വേണ്ടേ? 3ൽ നിന്ന് 4ാം സ്റ്റേജിലേക്ക് പോവുകയായിരുന്നതിനെ മോദിയും കൂട്ടരും അടിച്ച് 2ലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി 1ലേക്ക് മാറ്റണം എന്നതാണ്. അതിനെ 1ൽ നിർത്തുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അമുസ്ലിങ്ങളുടെ മാത്രം പണിയല്ല, മുസ്ലിമിന് സമാധാനം ആഗ്രഹിക്കുന്നവരുടെ കൂടി കടമയാണ്. അതായത് ഇപ്പോൾ ഇസ്ലാം മത വിഭാഗത്തിലുള്ളവരുടെ കൂടി കടമയാണ്. അവർക്കും സ്വാതന്ത്ര്യം നഷ്ടപ്പെടും. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രകടമായി തന്നെ നമുക്ക് കൃത്യമായി മനസ്സിലാകുന്ന ഒരു ഉദാഹരണം താലിബാൻ്റെയാണ്. അഫ്ഗാനിസ്ഥാനിൽ പുതിയ അടിമത്വ നിയമം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അടിമ വ്യവസ്ഥിതി പ്രഖ്യാപിച്ചിട്ട് തിരിച്ചു കൊണ്ടുവരികയാണ്. ആ ഒരു രീതിയിൽ അഫ്ഗാനിസ്ഥാൻ മാറ്റപ്പെട്ടു കഴിഞ്ഞു. ഇതിനകം തന്നെ പല രീതിയിലുള്ള മാറ്റങ്ങൾ നമ്മളും കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇല്ലെങ്കിൽ ഈ രാജ്യത്തെ അമുസ്ലിങ്ങൾക്ക് നല്ലോണം മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്.
അങ്ങനെ ഈ രീതിയിൽ മാറ്റമുണ്ടായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ തന്നെ തീർച്ചയായിട്ടും ജാഗരൂകമായി ഇരിക്കേണ്ടതുണ്ട്. പല രീതിയിൽ പല ഭാവത്തിലായിരിക്കും പൊളിറ്റിക്കൽ ഇസ്ലാം ശക്തമാകുന്നത്. അതിന് ജമാഅത്തെ ഇസ്ലാമിയും ഇവിടെ പ്രവർത്തിക്കുന്ന PFI പോലുള്ള സംഘടനകൾ വലിയ ഒത്താശയാണ് ചെയ്തു കൊടുക്കും. ഇപ്പോൾ ലവ് ജിഹാദുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ആൾക്കാർ കേരളത്തിൽ നിന്ന് മതമാറ്റപ്പെട്ടിട്ടുണ്ട്. പലരും സിറിയയിലൊക്കെ എത്തിയിട്ടുണ്ട്. നിമിഷ ഫാത്തിമയെ പോലുള്ള അനേകം പേർ പോയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലേക്ക് മതം പിടിമുറുക്കുന്നതിന് മുന്നേ തന്നെ അവരെ തടയേണ്ടതിൻ്റെ സാംസ്കാരിക ഉത്തരവാദിത്വം ഓരോ ജനതയ്ക്കുമുണ്ട് എന്നുള്ളതാണ്. അത് മതവും ജാതിയും എന്നതല്ല. പൊളിറ്റിക്കൽ ഇസ്ലാം എന്നാൽ ക്രൂരമായ ജനാധിപത്യ ലംഘനം തന്നെയാണ്. സമാധാനം ഇല്ലാതായി മാറും സമാധാനം മതം കൊണ്ട് എന്ന ഒരു അവസ്ഥയാണ്. സമാധാനം മതത്തിൽ നിന്നുണ്ടായ ഭീകരവാദികൾ കാരണം സമാധാനം തന്നെ എല്ലാവർക്കും നഷ്ടമാകുന്ന അവസ്ഥയായി മാറും. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.